إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നന്മയെ നന്മയായി കാണാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും മനുഷ്യരായ സൃഷ്ടിജാലങ്ങൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഒരു ബോധവും അവസരവും നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ദുനിയാവിന്റെ ഒരു സ്വഭാവം ഇത് നശിച്ചു പോകുന്നതാണ് എന്ന ഒരു ബോധം, പരലോകത്തേക്കുള്ള അധ്വാനം വേണ്ട ഇടമാണ് ദുനിയാവ് എന്നതൊക്കെ മനുഷ്യരെ പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. തിന്മ ചെയ്യാനുള്ള ഒരു മനസ്സ്, നന്മ കേൾക്കാനുള്ള കാതുകൾ, ഇന്ന് ഒരുപാട് ആളുകൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വരുന്നുണ്ട്. പക്ഷെ തിന്മകൾക്കെതിരെ നമ്മൾ എത്രമാത്രം പണിയെടുക്കുന്നോ, ബോധവൽക്കരണം നടത്തുന്നോ, അതിനേക്കാളൊക്കെ ഏറെയായി ഈ ധാർമ്മിക ബോധത്തെയൊക്കെ കാർന്നു തിന്നുന്ന തിന്മകൾ നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ കുട്ടികളും മുതിർന്നവരുമൊക്കെ പലതരത്തിലുള്ള തിന്മകൾക്ക് വിധേയപ്പെട്ടു പോകുന്ന ഒരു വലിയ ഒരു സാഹചര്യം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അതിലേറ്റവും നമ്മുടെ ചിന്തകളെ, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ വ്യക്തി ജീവിതത്തെ, നമ്മുടെ ധാർമ്മിക ജീവിതത്തെ, നമ്മുടെ ദീനീ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമൂഹത്തെ, രാജ്യത്തെ ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വലിയ തിന്മയാണ് യഥാർത്ഥത്തിൽ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായി വലിയ വലിയ പൊട്ടിത്തെറികൾ നാട്ടിൽ ഇതിന്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതിനൊക്കെ നമ്മൾ സാക്ഷികളാണ്. ചില ആസ്വാദനങ്ങൾക്കോ സാമ്പത്തികമായ ചില ലാഭങ്ങൾക്കൊക്കെ അപ്പുറത്ത് ലഹരി ഒന്നും നേടിത്തരുന്നില്ല എന്ന് അറിയാത്തവരാരാണ് ഉണ്ടാവുക? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. അതൊക്കെ അറിയാം ആൾക്കാർക്ക്.
പക്ഷെ എന്നിട്ടും ഇതിൽ പോയി വീഴുകയാണ്. ഖുർആൻ ഇതിനെ വളരെ ഗൗരവത്തിൽ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് നമുക്ക്. ചെറിയ ലഹരിയാവട്ടെ വലുതാവട്ടെ ഏതാണെങ്കിലും ആ കാറ്റഗറിയിൽപ്പെട്ട എല്ലാത്തിനെയും ഇസ്ലാം ഒരൊറ്റ ചട്ടക്കൂടിലാണ് അതിനൊക്കെ കാണുന്നത്. ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. മദ്യമാവട്ടെ, ചൂതാട്ടമാവട്ടെ, പ്രതിഷ്ഠകളാവട്ടെ, പ്രശ്നം നോക്കാനുള്ള അമ്പുകളാവട്ടെ, ഇതൊക്കെ റിജിസും മിൻ അമലി ശൈത്വാൻ, ഇതൊക്കെ പൈശാചികമാണ്, പിശാചിൽ നിന്നുള്ള മ്ലേച്ഛ വൃത്തികൾ മാത്രമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫജ്തനിബൂഹു, അത് പൂർണ്ണമായും നിങ്ങൾ വെടിയുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയികളാകാം എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, എന്താണ് ഒരു ശൈത്താനിയത്ത് നമുക്ക് വരാം, അല്ലെങ്കിൽ ശൈത്താൻ ഇതിൽ എങ്ങനെയാണ് ഇടപെടുക? ഖുർആൻ അത് പറഞ്ഞു തന്നു. നിങ്ങൾ മദ്യം ഉപയോഗിച്ചു, ലഹരി ഉപയോഗിച്ചു, ലഹരിയായി നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കിടയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുക, പിശാച് നിങ്ങൾക്കിടയിൽ അതിനെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക എന്ന് ഖുർആൻ പറഞ്ഞു. ഖുർആൻ പറഞ്ഞു കൃത്യമായി, ഇന്നമാ യുരീദു ശൈത്വാൻ, ശൈത്താൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളെല്ലാവരും നല്ലതിലേക്ക് പോകണമെന്ന് പിശാചിന് താല്പര്യമുണ്ടാവും. നമ്മൾ നല്ല ജീവിതം നയിക്കണമെന്ന് പിശാചിന് താല്പര്യമുണ്ടാവും. നമ്മൾ നല്ല ജീവിതം നയിച്ച് നാളെ പരലോകത്ത് രക്ഷപ്പെടണമെന്ന് പിശാചിന് താല്പര്യമുണ്ടാവും. നമ്മളെ സുഹൃത്ത് ബന്ധങ്ങൾ, ആദർശ ബന്ധങ്ങൾ, നമ്മുടെ സൗഹൃദങ്ങൾ നിലനിൽക്കണമെന്ന് പിശാചിന് ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ ദാമ്പത്യ ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം ഒക്കെ നല്ലതിലേക്ക് പോകണമെന്ന് പിശാചിന് ആഗ്രഹം ഉണ്ടാവും. പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ ഫിത്തന ഉണ്ടാക്കുക എന്നുള്ളതാണ് മൂപ്പരെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞത്. അത് ഖുർആൻ വളരെ ഗൗരവത്തിൽ കാണാൻ പറഞ്ഞു. എന്താണ് പിശാച് ഉദ്ദേശിക്കുന്നത്? യൂഖിയ ബൈനക്കുമുൽ അദാവത വൽ ബഗ്ളാ എന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങൾക്കിടയിൽ കഠിനമായ ശത്രുത, അതുപോലെ തന്നെ വിദ്വേഷം പിശാച് നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ചും അത് എവിടെ ഉണ്ട്, എന്തിലൊക്കെ അത് അടങ്ങിയിരിക്കുന്നു? ഫിൽ ഹംരി വൽ മൈസിരി, അതുപോലെ അത് കള്ളിലും മദ്യത്തിലും ലഹരിയിലും അതുപോലെ തന്നെ ചൂതുകളിയിലുമൊക്കെ അത് അടങ്ങിയിരിക്കുന്നു. അപ്പൊ ഒരാൾ മദ്യപിച്ചാൽ അത് കുറച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അതുമൂലം ഉണ്ടാകാൻ പോകുന്ന എന്താണ്? അത് പരസ്പരം നിങ്ങൾക്കിടയിൽ കലഹങ്ങൾ ഉണ്ടാക്കും, തമ്മിൽ തെറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കും, വലിയ അപകടം ഉണ്ടാക്കും, അതിൽ കൊലപാതകം വരെ സംഭവിക്കും, നിങ്ങളുടെ കുടുംബം തകരും, നാട്ടിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകും, ആളുകൾക്ക് വലിയ അസഹ്യത അതുകൊണ്ട് സൃഷ്ടിക്കും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, വിദ്വേഷങ്ങൾ, അതുപോലെയുള്ള കുഴപ്പങ്ങളൊക്കെ അതുകൊണ്ട് ഉണ്ടാക്കും. പിശാചിന് നേതൃത്വം കൊടുക്കുമെന്നാണ് പറയുന്നത്. മറ്റൊന്നെന്താണ്? യസുദ്ദക്കും അൻ ദിക്രില്ലാഹി അനിസ്സലാത്ത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് തടയപ്പെടും. പ്രത്യേകിച്ച് നമസ്കാരം ഒരു ഉദാഹരണമായി ഖുർആൻ എടുത്തു പറയണം. അവിടെ നിങ്ങളുടെ ഇബാദത്തുകളിൽ നിന്ന്, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് നിങ്ങളുടെ ഓർമ്മകൾ നഷ്ടപ്പെടും, ബുദ്ധി നഷ്ടപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഖുർആൻ വളരെ ഗൗരവത്തിൽ അറബ് സമൂഹത്തെ മുൻനിർത്തി ചോദിച്ചല്ലോ, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് ഇനിയും ഇതിൽ നിന്ന് വിരമിക്കാനായില്ലേ, അവസാനിപ്പിക്കാറായില്ലേ എന്ന് ചോദിക്കുകയാണ്. ബുദ്ധിയും വിവേകവും ആലോചിക്കാനൊക്കെ ശേഷിയുള്ള മനുഷ്യരോടാണ് ഖുർആൻ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഖംർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ ബുദ്ധിയുമായിട്ട് മൂടിക്കളയുക, മറപ്പിച്ച് കളയുക, മറച്ചു കളയുന്ന ഒരു സാധനമാണ് ഖംർ എന്ന് പറഞ്ഞാൽ. ഭാഷയിൽ തന്നെ അങ്ങനെയാണ് അതിന്റെ അർത്ഥം. നമ്മളതിങ്ങോട്ട് മൂടിക്കളയും. അപ്പൊ നമ്മുടെ ബുദ്ധിയെ മറക്കും, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് മറക്കും. അതുകൊണ്ടൊക്കെയാണ് ലഹരിയെ കഠിനമായി ഇസ്ലാം വെറുക്കുന്നത്, മാത്രമല്ല കർശനമായി താക്കീത് നൽകിയത്. ബുദ്ധി നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക? മാനസിക നില തകരാറിലായാൽ എന്താ സംഭവിക്കുക? അവന്റെ ചെയ്തികൾക്ക് പരിധി ഉണ്ടാവില്ല. ഉമ്മയാണോ ബാപ്പയാണോ മറ്റുള്ളവരാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടു. ലഹരി ഉപയോഗത്തിന്റെ കെടുതികൾ കൊണ്ട് നൊന്ത് പ്രസവിച്ച ഒരു ഉമ്മയെ പോലാണ് ഒരു ചെക്കൻ വാളെടുത്ത് വെട്ടിക്കൊന്നത്. തൊട്ടടുത്ത വീട്ടിൽ നിന്നൊരു ആയുധം വാങ്ങി തേങ്ങ വിളിക്കാനാന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടെന്ന് സ്വന്തം ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ വായിച്ചു. എത്ര പ്രായമുണ്ട് ആ കുട്ടിക്ക്? എന്താണ് ആ കുട്ടിയുടെ പേര്? അവന്റെ ധീര്, അവന്റെ മതം, അവന്റെ സാമൂഹ്യ പരിസരം നമ്മളെ ബേജാറാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ ഇത്തരത്തിലുള്ള ഭീഷണികൾ വർദ്ധിച്ചു വരികയാണ്. നമ്മളൊക്കെ ഒരു തരത്തിലെ ഹരത്തിൽ ഇങ്ങനെ പോവാണ്. ഇതൊന്നും നമ്മളെ ബാധിക്കൂലെന്നും നമ്മളെ വീട്ടിൽ ഇതൊന്നും വരൂലെന്നും നമ്മുടെ മഹലിൽ ഇത് ഉണ്ടാവില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അവിടെ ഒന്നുമല്ല നമ്മളെ സാഹചര്യം എന്ന് ചുറ്റുപാടുകൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. മുജാഹിദ് കുടുംബങ്ങൾ പ്രത്യേകിച്ചും ഇതിലൊക്കെ വലിയ ആശ്വാസം നൽകുന്ന കുടുംബങ്ങളായിരുന്നു. പക്ഷെ ഇന്നതല്ല.
അതിന്റെ ഒന്നാം തലമുറയും രണ്ടാം തലമുറയും മൂന്നാം തലമുറയൊക്കെ എത്തുമ്പോഴേക്ക് നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്കകത്തേക്ക് ഇത് വളരെ വളരെ രഹസ്യവും പരസ്യമൊക്കെ ആയിട്ട് കടന്നു വരികയാണ്. നമ്മുടെ കുട്ടികൾ പലരും ഇതിന്റെ രുചി നോക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ഇതിന്റെ കെണികളിൽ വീഴുന്നുണ്ട്. അതിനെക്കുറിച്ച് ഗൗരവത്തിൽ ബോധവൽക്കരിക്കണ്ടേ? പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാതെ പോയാൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലഹരിയുടെ ഉപയോഗം കാരണമാണ് മനുഷ്യർക്കിടയിൽ ഇന്ന് നിലനിൽക്കുന്ന 30%-ലധികം രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ്. ഒരു മനുഷ്യന് സംഭവിക്കുന്ന രോഗങ്ങൾ അത് പരമ്പരയായിട്ട് കിട്ടുന്നുണ്ടാകാം, അപകടങ്ങൾ കാരണങ്ങളുണ്ടാകാം, ചില പ്രത്യേകമായ എന്തെങ്കിലും വസ്തുക്കൾ കഴിച്ചാലുണ്ടാകാം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലഹരി ഉപയോഗിച്ചത് കാരണം 30% ആളുകൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഓർമ്മക്കുറവുണ്ടാകുന്നു, അവന് ധൈര്യക്കുറവുണ്ടാകുന്നു, അക്രമം ചെയ്യാനുള്ള വാസന ഉണ്ടാകുന്നു, വിഷാദരോഗം, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു, അവന്റെ വായക്കും തൊണ്ടക്കും ക്യാൻസർ ഉണ്ടാകുന്നു, അന്നനാളത്തിന് ക്യാൻസർ ഉണ്ടാകുന്നു, കരളിന് രോഗം ബാധിക്കുന്നു, ഹൃദയസ്തംഭനം ഉണ്ടാകുന്നു, അവനെ മക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ലൈംഗികമായ ശേഷികൾ നഷ്ടപ്പെടുന്നു, പ്രതിരോധ ശക്തി നഷ്ടപ്പെടുന്നു, വിറയലുണ്ടാകുന്നു, ഞരമ്പുകൾ ദുർബലപ്പെടുന്നു. ഇതൊക്കെ ഈ കള്ളും കഞ്ചാവും MDMA പോലെയൊക്കെയുള്ള സിന്തറ്റിക് ലഹരികൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ്, ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്ന് ലോകാരോഗ്യ സംഘടനകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ അറിയാഞ്ഞിട്ടാണോ? മദ്യം ഉപയോഗിച്ചുണ്ടായ പുകലുകൾ എന്തൊക്കെയാണ്? പട്ടാമ്പിയിൽ നമുക്കറിയാം, ഒരാൾ മദ്യം ഉപയോഗിച്ച് വന്നിട്ട് വീട്ടിലെ 3 പേരെയാണ് കൊലപ്പെടുത്തിയത്. അച്ഛനെയും അമ്മയെയും ഒരു സഹോദരിയെയും കൊലപ്പെടുത്തിയ വാർത്ത. കഞ്ചാവ് ഉപയോഗിച്ച് കഞ്ചാവ് വാങ്ങാൻ, ലഹരി വാങ്ങാൻ പണം ചോദിച്ച് കിട്ടാത്തതിന്റെ പേരിൽ ഒരു അമ്മയെ കൊന്ന ഒരു വാർത്ത നമ്മൾ വായിച്ചു. ഒരു ഉമ്മയെ കൊന്ന വാർത്ത വായിക്കുന്നു. കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു, സ്കൂളുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ക്യാമ്പസുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. രാത്രിയാകുമ്പോൾ ഇവന് കയ്യും കാലും ഉറച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. എന്നിട്ട് ഇത് തേടി അലയാണ്. 100 റുപ്യക്കും 1000 റുപ്യക്കൊക്കെ വാങ്ങിയ ആളുകൾ 12,000 15,000 റുപ്യക്കൊക്കെ ഇത് കൊടുത്തു വാങ്ങാൻ, ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തത് വാങ്ങാൻ നിർബന്ധിതരാകാൻ. ഇത് തുടങ്ങിയാൽ അവസാനിപ്പിക്കാൻ വലിയ പ്രയാസമാണ് എന്നാണ് അതിന്റെ പഠനങ്ങൾ തെളിയിക്കുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലകളിലും മലബാർ പ്രദേശങ്ങളിലൊക്കെ കഞ്ചാവ് കൃഷി വ്യാപകമാകുന്നു. കൊണ്ടോട്ടിയിലും പുളിക്കലും ഐക്കരപ്പടിയിലും അടങ്ങുന്ന പ്രദേശങ്ങളിൽ ഇതൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ടാകുന്നു. ഇതുണ്ടാകരുത് എന്ന നിലയ്ക്കുള്ള എന്തെങ്കിലും മീറ്റിങ്ങുകളോ സംഗതിയൊക്കെ വെച്ചാൽ അത് അലങ്കോലമാക്കാൻ ഇത്തരം മാഫിയകൾ വരുന്നു. അതിൽ ഇടപെടുന്ന ആളുകൾക്ക് അക്രമങ്ങൾ ഉണ്ടാകുന്നു, അവരുടെ വീട് ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന വർത്തമാനങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ കണ്ണും കാതും തുറന്നൊക്കെ നമ്മൾ ഇതിനെ ഒന്ന് പ്രതിരോധിക്കുകയും ഇതിനെതിരേക്ക് ഒരു ബോധമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം കഷ്ടത്തിലായി പോകും. നമ്മുടെ മക്കൾ വലിയ കെണിയിൽ വീണു പോകുമെന്നാണ്. നമ്മുടെ കുട്ടികൾ എന്ത് കൂട്ടുകെട്ടിലാണുള്ളത്? അവർ ദീനി മജ്‌ലിസിൽ അവരെ കാണുന്നില്ല. ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടെങ്കിൽ അവർക്ക് നേരമില്ല. കുറച്ച് പ്രായമായ ആളുകളും കുറച്ച് സ്ത്രീകളുമാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. എവിടെ നമ്മുടെ യുവാക്കൾ? എവിടെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ? അവർ നമ്മുടെ വീട്ടിൽ ഒറ്റക്കാക്കി നമ്മൾ പോരാണ്. ഒരു ഖുർആൻ പഠിക്കുന്ന ക്ലാസ് ഉണ്ടാകുമ്പോൾ അവരെ പിടിച്ചു കൊണ്ടുവരാൻ നമുക്ക് എന്താണ് മടി? കഴിഞ്ഞ ദിവസം നിയമസഭ നടക്കുകയാണ്. വളരെ ചെറുപ്പക്കാരനായ ഒരു യുവ നേതാവ് അദ്ദേഹം ഉന്നയിച്ച ഒരു പ്രശ്നം, യുവാക്കൾക്കിടയിൽ ലഹരി വ്യാപകമാകുന്നു, സ്കൂളിലെ ലഹരി ഉപയോഗത്തിന്റെ കണക്കുകൾ കിട്ടാത്ത രൂപത്തിൽ പ്രയാസം സൃഷ്ടിക്കുന്നു. അതിനെ ബോധവൽക്കരണം ഉണ്ടാക്കുന്നതാണ് സർക്കാർ പറയുന്നത്. സർക്കാരും അതുപോലെ തന്നെ പ്രതിപക്ഷവുമൊക്കെ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള പ്ലാന്റേഷന് സ്ഥലം വാങ്ങിയതിലുള്ള അഴിമതിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മദ്യം ഉണ്ടാക്കാൻ ആവശ്യമായ പ്ലാന്റേഷൻ നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലവും പദ്ധതിക്കൊക്കെ പൈസ വാങ്ങിയതിനെ കുറിച്ചുള്ള അഴിമതിയെ കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത്. ഈ മദ്യം നാട്ടിൽ ഉണ്ടാക്കുന്ന പുകലുകളെ കുറിച്ച് അവർ കാണാഞ്ഞിട്ടാണ്, അതുണ്ടാക്കുന്ന ദുരന്തത്തെ കുറിച്ച് അവർക്ക് അറിയാഞ്ഞിട്ടാണ്. നമ്മളെല്ലാം 5 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം കൂടുമ്പോൾ ഇവർക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്ത് ഇവരൊക്കെ അധികാരത്തിൽ വരുത്തുകയാണ്. ഈ നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാണ്? ബോധമില്ലാതാകാണ്. നമ്മൾ പോലും ഇതിനെതിരെ പ്രതികരിക്കാൻ മടിക്കുന്നവരാകാണ്. ഇതൊക്കെ ഒരു സ്റ്റാറ്റസായി മാറി. പണ്ടൊക്കെ മദ്യം കുടിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ ഒരു സദസ്സിലേക്ക് വരില്ലായിരുന്നു, അയാൾ അകറ്റി നിർത്തുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. ഇന്ന് 2 ഇട്ടിട്ട് ആൾക്കാർ വരികയാണ്, ഓനെ നമ്മള് കൈയെടുത്ത് ആദരിച്ച് സീറ്റ് കൊടുക്കുകയാണ്. പുതിയ സാഹചര്യം മാറി വരികയാണ്. കുട്ടികളൊക്കെ സിനിമയിലും അതുപോലെ തന്നെ ആവേശത്തിന്റെ പാട്ടൊക്കെ കേട്ടിട്ട് വലിയ വലിയ ഇതിന്റെ രംഗങ്ങൾ അഭിനയിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ ഒരു വീരസാഹസികത പരിവേഷം ഉണ്ടാവും. സാഹസികതയിൽ അവർ ആകർഷിക്കും. അവർക്ക് കൗമാരപ്രായം എന്നൊക്കെ പറഞ്ഞ ഇത്തരം ട്രെൻഡുകളൊക്കെ പെട്ടെന്ന് സ്വാധീനിക്കും. അവർ വീരപരിവേഷം കിട്ടാൻ ഇത് 2 അടിച്ചാലേ പറ്റുള്ളൂ എന്നുള്ള ചിന്ത വരികയാണ്. ഇത്തരം കുട്ടികൾക്ക് ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോൾ
അതൊരു പാട്ടല്ലേന്നോ അല്ലെങ്കിൽ കുറച്ചേരല്ലേന്നൊക്കെ വിചാരിച്ച് അല്ലെങ്കിൽ അവന്റെ കൂട്ടുകെട്ടൊന്നും ശ്രദ്ധിക്കാതൊക്കെ പോയാൽ നമുക്ക് വലിയ വിപത്തിനെ നേരിടേണ്ടി വരുമെന്ന് പ്രിയപ്പെട്ടവരെ വളരെ സന്ദർഭോചിതമായി ഇപ്പോ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. പുസ്തകം വായിച്ചോന്നോ, നീ എവിടുന്നാ വരുന്നതെന്നോ, എന്താണ് എന്റെ ബാഗിൽ നിന്നോ എന്നൊന്നും കുട്ടികളോട് ചോദിക്കാൻ പറ്റാതായിട്ടുണ്ട്. ലഹരി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ലഹരികളാണ്. കള്ള് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ കഞ്ചാവ് മാത്രമല്ല, ഈ സിന്തറ്റിക് പൊടികളും സൂചികളൊക്കെ ആയിട്ട് പല സാധനങ്ങൾ നാട്ടിൽ കിട്ടാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള സാധനങ്ങൾ കുട്ടികളെ വലവീശി പിടിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ ഓരോ ദിവസവും മിനിമം 10 പേർ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കണക്ക്. നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ 10 പേർ ഒരു ദിവസം ആത്മഹത്യ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക അതിന്റെ ഒരു ഭവിഷ്യത്ത് എത്ര വലുതാണ് എന്ന്. കുട്ടികളെ മതസംഘടനകളിൽ സജീവമാക്കുക, നല്ല രാഷ്ട്രീയ പ്രവർത്തകരാക്കുക, നല്ല കൂട്ടുകെട്ടിൽ അവരുണ്ടാക്കുക, നല്ല കൂട്ടായ്മകളിൽ അവരെ സജീവാക്കുക, നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളിലോ സേവന പ്രവർത്തനങ്ങളിലോ സാന്ത്വന പ്രവർത്തനങ്ങളിലോ ഒക്കെ അവരെ പങ്കാളികളാക്കുക, ദഅ്വാ സംഘടനകളിലൊക്കെ അവരെ സജീവമാക്കുക. എന്നിട്ട് ചെറുപ്പത്തിലെ അവരെ ഒരു നല്ല നല്ല കൂട്ടുകെട്ടിലേക്ക് ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിന് പരിഹാരം. ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുക. ആളുകൾക്കിടയിൽ പരസ്യമായി മദ്യത്തിനും കഞ്ചാവിനും MDMA-ക്ക് എതിരെയൊക്കെയുള്ള സമരത്തിൽ അവരെ മുന്നിൽ നിർത്തുക. അങ്ങനെ പബ്ലിക്കായി ഇതിനെ എതിർത്ത് ശീലിപ്പിക്കുക എന്നതൊക്കെയാണ് അതിന് പരിഹാരമായി പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂൽ ഖുർആൻ പറഞ്ഞല്ലോ, നമസ്കാരത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ ആളുകൾ ലഹരി ഉപയോഗിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുഖാറ, നിങ്ങൾ ലഹരി ബാധിതരായിക്കൊണ്ട് നമസ്കാരത്തിലേക്ക് വരരുത്. അപ്പൊ ഘട്ടം ഘട്ടമായി മദ്യം നിരോധിച്ചെന്ന ഒരു സന്ദർഭത്തിലാണ് ഖുർആൻ ഇത് പറയുന്നത്. ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ്. അപ്പൊ ഇത് അടിച്ചാല്, ഇത് കുടിച്ചാല്, ഇത് കുത്തിവെച്ചാലൊക്കെ നമ്മൾ എന്ത് പറയുന്നു എന്നും എന്ത് ചെയ്യുന്നു എന്നും അറിയാത്ത തരത്തിൽ നമ്മളെ മസ്തിഷ്കത്തെ അത് ബാധിക്കുമെന്നാണ് ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത്. ലഹരി പദാർത്ഥങ്ങൾ നോക്കൂ, ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ ആയത്തിലാണ്, ചൂതാട്ടം പോലെ വളരെ ഗൗരവത്തിൽ പറഞ്ഞ വിഷയങ്ങളുടെ കൂട്ടത്തിലാണ് ലഹരിയുടെ ഉപയോഗത്തെപ്പറ്റി ഖുർആൻ പറഞ്ഞു തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഖംറാണ്, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ് എന്നാണ്. അത് കുറച്ചല്ലേ എന്നൊന്നും അതിലില്ല. എന്താണോ നിങ്ങളെ ലഹരിയായി ബാധിക്കുന്നത്, ലഹരി ശാസ്ത്രം പറയുന്നത് 4 കാര്യങ്ങൾ മനുഷ്യനെ ലഹരിയായി ബാധിക്കുന്നുള്ളതാണ്. ഒന്നീ സൂചിപ്പിച്ച പോലെ മദ്യം, കഞ്ചാവ് പോലെയുള്ള പൊടികൾ, കുടിക്കാനുള്ള ഈ സാധനങ്ങൾ. രണ്ടാമത്തെ ചില ആളുകൾക്ക് ചൂതാട്ടാണ്. 1 വെച്ചാ 10, 10 വെച്ചാ 100 എന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഗെയിമുകളിൽ ഏർപ്പെടുക. ഓൺലൈൻ ഗെയിമുകളൊക്കെ വ്യാപകമാണ്. നമ്മുടെ കുട്ടികൾ ഓൺലൈൻ ഗെയിമുകളിൽ വീണുപോകുന്നു. ഇത്തരത്തിലുള്ള റമ്മി ഗെയിമുകൾ പരസ്യം ചെയ്ത് ആളുകൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും. കുട്ടികൾ പണം നഷ്ടപ്പെടുത്തുന്നു. പാപ്പന്റെയും ഉമ്മന്റെയും ഒക്കെ അക്കൗണ്ടുകൾ മോഷ്ടിച്ച് അതിൽ പണം നിക്ഷേപിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത ഏറ്റുവാങ്ങുന്നു. അങ്ങനെ ജീവിതം നഷ്ടപ്പെടുത്തിയ എത്ര കുട്ടികൾ, എത്ര വിദ്യാർത്ഥികൾ, എത്ര മക്കൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ചൂതാട്ടം ഒരു ടെൻഡൻസിയാണ്, ഒരു ലഹരിയാണ്. ചൂത് വെക്കുക എന്നുള്ളത് ലാഭം ഉണ്ടാക്കാനുള്ള, പെട്ടെന്ന് പൈസക്കാരനാകണം എന്നുള്ള ചിന്ത ഒരു തരം ചൂതുകളിയുടെ മനോഭാവമാണ്. പണ്ട് ചതുരംഗം പോലെയുള്ള കളിക്കൊന്ന് മാറി, ഇന്ന് വലിയ ഹൈടെക് തരത്തിലേക്ക് ഇത് വഴി മാറിയിട്ടുണ്ട്. നമ്മളതിൽ പെടാതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാകണം. മൂന്നാമത്തത് സെക്ഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആണും പെണ്ണും, അല്ലെങ്കിൽ ആണും ആണും പെണ്ണും പെണ്ണും ഒക്കെ ആയിട്ടുള്ള ഈ സെക്ഷൽ തരത്തിലുള്ള ചിന്തകൾക്ക് അതൊരു തരത്തിലുള്ള ലഹരിയാകുന്നതിന് പുതിയ കാലത്ത് പ്രത്യേകിച്ചും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സൈറ്റുകളും അത്തരത്തിലുള്ള കാഴ്ചകളും അത് അനുഭവിക്കുകയും കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ അനുഭവിക്കാനുള്ള ടെൻഡൻസി കൂടാണ്. പണ്ടൊക്കെ അതിന് കുറെ പരിമിതികൾ ഉണ്ടായിരുന്നു. ഇന്ന് തുറന്നിട്ടിരിക്കുകയാണ് ലോകത്ത് അത്തരത്തിൽ കെണികളിൽ വീണുപോകുന്ന ആളുകൾ. നാലാമത് പറഞ്ഞത് അധികാരമാണ്. എത്ര പ്രായമായാലും ആ കസേര വന്ന് ഇറങ്ങാൻ തോന്നാത്ത ആളുകൾ ഉണ്ടാവും. രാഷ്ട്രീയ തലത്തിലാവട്ടെ മറ്റു തലക്കാവട്ടെ ഒക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അതൊരു തരത്തിൽ ലഹരിയായിട്ട് പിടികൂടുക. എന്നിട്ട് അതിന്റെ ബുദ്ധിമുട്ട് അയാൾ അനുഭവിക്കുക, ആ സമൂഹം അനുഭവിക്കുക, ആ നാട് അനുഭവിക്കുക, രാജ്യം പോലെ അങ്ങനെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അപ്പൊ ഇത്തരത്തിലുള്ള ലഹരി, ഒന്ന് കഞ്ചാവും മദ്യവും പോലെയുള്ള സംഗതികൾ, മറ്റൊന്ന് ചൂതാട്ടം, മറ്റൊന്ന് സെക്സുമായി ബന്ധപ്പെട്ടത്, 4 അധികാരവുമായി ബന്ധപ്പെട്ടത്, ഇത് 4ഉം മനുഷ്യനെ നന്നായി ബാധിക്കുമെന്നാണ് സയൻസിനെ പഠിപ്പിക്കുന്നത്. ഇസ്ലാം ദീന് വളരെ കൃത്യമായി ഇതിനെപ്പറ്റിയൊക്കെ താക്കീത് നൽകിയിട്ടുണ്ട്.
ഇത്തരത്തിലുള്ള ത്വരകൾ, ഇത്തരത്തിലുള്ള ലഹരികൾ നിങ്ങളെ പിടികൂടാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകണമെന്ന് ഖുർആൻ വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ഖുതുബയിൽ പണവും പവറും അതുപോലെ അധികാരവും നമ്മൾ അഹങ്കാരികളാക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചല്ലോ. അതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചേർത്ത് വായിച്ചാൽ ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മൾ ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ടോ, നമ്മൾ ഇതിന്റെ ഭാഗമാകുന്നുണ്ടോ, നമ്മൾ ഇതിനെതിരെ മൗനം പാലിക്കുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അവൻ ശരിബ ഖംറൻ ഔ ശറാബൻ മുസ്കിറൻ ജുദ്ദ 40. ഒരാൾ കള്ളു കുടിച്ചു, അതിനു വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തു, അത് വിതരണം ചെയ്തു, അതുള്ള സദസ്സിൽ പോയിരുന്നു, അല്ലെ? 40 ദിവസത്തെ നമസ്കാരം കൊണ്ട് ബാത്തിലായി എന്നാ പറഞ്ഞു. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാം. ചില ആൾക്കാർ റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ സുവൈദ് ബിൻ താരിഖിനോട് ഒരു ചർച്ചയിൽ റസൂലുള്ള പറയുന്നുണ്ട്, ഇത് ചിലപ്പോ രോഗശമനത്തിന് ആൾക്കാർ ഉപയോഗിക്കും എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഇന്നമാ അസ്നഉഹു ലിദ്ദവാഇ. അദ്ദേഹം പറഞ്ഞു, ഇത് രോഗശാന്തിക്ക് വേണ്ടിയിട്ട്, ചില അസുഖം മാറാൻ വേണ്ടിയിട്ട് ഇത്തരം ലഹരികൾ ഉപയോഗിക്കുകയാണ്. അല്ലെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്ന ആൽക്കഹോളൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോ ഉപയോഗിക്കണ പോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല ഇന്നഹു ലൈസ ബിദവാഇൻ വലാകിന്നഹു ദാഉൻ. അതൊരിക്കലും മരുന്നാവൂല, അത് രോഗത്തിന്റെ മറ്റൊരു കാരണമായി മാറുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് പ്രിയപ്പെട്ടവരെ. പിശാച് നമ്മളെ ഇത്തരം ദുർബോധനങ്ങളിലേക്ക് ഇങ്ങനെ ക്ഷണിക്കും. അത് ചിലപ്പോ മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞില്ലേ, അത് ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ടതുണ്ടാവും, അതുപോലെ തന്നെ വന്നാസ് മനുഷ്യരുടെ കൂട്ടത്തിലുണ്ടാവുന്നതാണ്. ഇത്തരം ദുർബോധനങ്ങളിലേക്ക്, ദുർപ്രവർത്തികളിലേക്ക് നമ്മളങ്ങനെ കൂട്ടിപ്പിടിച്ചു പോകുന്ന ആളുകളുണ്ടാവും. അപ്പൊ നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യണം, നമ്മുടെ വിവേകം വർക്ക് ചെയ്യണം. എന്നെ എന്തിനാണ് കൊണ്ടുപോണത്, എന്ത് ലാഭമാണ് എനിക്ക് ഇതിൽ കിട്ടാനുള്ളത് എന്ന നിലയ്ക്ക് നമ്മൾ ആലോചിക്കണം. പിശാച് എങ്ങനെയാണ്? ഇന്ന ശൈത്വാന ലക്കും അദുവ്വ്. പൈശാചിക പ്രവർത്തനങ്ങൾ നമ്മുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വ. നിങ്ങൾ അവനെ കഠിന ശത്രുവായി തന്നെ കാണുക. ഇന്നമാ യദഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബി സഈർ. അവൻ അവന്റെ കൂട്ടാളികളെയും കൊണ്ട് എങ്ങോട്ടാ പോകാൻ നിൽക്കുന്നത്? ഇല അസ്ഹാബി സഈർ എന്നാണ്. അത് നരകത്തിന്റെ വക്താക്കളാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്, നരകാവകാശികളാക്കുക എന്നുള്ളതാണ് പിശാചിന്റെ പണി എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ ഒരു തരത്തിലുള്ള പൈശാചിക പ്രവർത്തനങ്ങളാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിനാവശ്യമായ ആത്മീയമായ ദീനിയായ വിജ്ഞാനം നമ്മൾ നേടുക, ഭൗതിക വിജ്ഞാനം നേടുക, അതിന്റെ സയൻസ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക, എന്നിട്ട് കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുക, അവർക്ക് ആവശ്യമായ പ്രൊട്ടക്ഷൻ നമ്മൾ ഒരുക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യാനുള്ളത്. ഇതിനെക്കുറിച്ചുള്ള ബോധം കൊടുത്ത് അവരെ ദീനിയായി നല്ലൊരു പൗരനായി വളർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുട്ടികളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടർ ചാനലിൽ വന്ന 23 വയസ്സായ വളാഞ്ചേരി സ്വദേശിയായ നിസാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഇന്റർവ്യൂ നമ്മൾ ശ്രദ്ധിച്ച് കാണേണ്ടതാണ്. യൂട്യൂബിൽ അത് കിട്ടും, രക്ഷിതാക്കൾ അത് കാണണം, നമ്മുടെ കുട്ടികളെ അത് കേൾപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വളരെ ഓപ്പണായിട്ട് ആ ചെറുപ്പക്കാരൻ ആ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. 22 വയസ്സുവരെ ഒരു സിഗരറ്റ് പോലും ഉപയോഗിക്കാത്ത ആ ചെറുപ്പക്കാരൻ 2 വർഷം ഈ MDMAക്ക് അഡിക്റ്റ് ആയിപ്പോയി. ഇത്തരത്തിലുള്ള പുതിയ കാലത്തെ ലഹരിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ 90-95% ആളുകൾ തുടങ്ങിയാൽ നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അത്ര ശ്രദ്ധയും അതിസാഹസികമായ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ ഇത് തിരിച്ചു പോരാൻ കഴിയുള്ളൂ. അതാണ് അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, അതാണ് അതിന്റെ അപകടവും. നമ്മൾ നാളെ നിർത്താം, മറ്റന്നാൾ നിർത്താം, അല്ലെങ്കിൽ ഇത് അത്ര ലഹരിയാവില്ല, അഡിക്ഷനൊന്നും ഉണ്ടാവില്ല, എല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കിയൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടികളെ ഇതിലേക്ക് കെണിയിൽ വീഴ്ത്തുക. ഒരു തവണ രുചിച്ചാൽ രണ്ടാമത്തെ ദിവസം ടേസ്റ്റ് നോക്കാൻ തോന്നുന്നതാണ്. അതാണ് അതിന്റെ സ്വഭാവം. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട ഈ സഹോദരനാണ് അതിനെപ്പറ്റി പറയുന്നത്. 22 വയസ്സോട് 23, ഒരു കൊല്ലം, 1.5 കൊല്ലത്തിനിടയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രയാസങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഇത് അഡിക്ഷൻ ആവുന്നൊന്നും കരുതിയല്ലോ. വയനാട് വരെ ഈ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയിന്നാണ്.
100 റുപ്യക്കും 500 റുപ്യക്കും ഒക്കെ വാങ്ങിയ സാധനങ്ങൾ 10,000-കണക്കിന് ഉറുപ്യ കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതിയിലേക്ക് പോവാണ്. വലിയ അപകടം ജീവിതത്തിലുണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹം അതിൽ 5 കാരണങ്ങൾ പറയുന്നുണ്ട്. ഇത് തുടങ്ങിയവന്റെ അവസ്ഥ ആദ്യം ഭയങ്കര ധൈര്യം കിട്ടുന്ന ഒരു സാഹചര്യം തോന്നും, ഭയങ്കര എനർജി കിട്ടുന്നതാണ്. അപ്പൊ കുറച്ച് ദിവസമൊക്കെ ഒരു ആശ്വാസം ഉണ്ടോ, ഭയങ്കര എനർജി, ഒരു തുള്ളിച്ചളിക്കുന്ന ഒരു ഡാൻസ് ഉണ്ട്. ഇപ്പൊ കൊച്ചിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാത്രി 7 മണിക്കൊക്കെ നിന്ന് ചാടാൻ തുടങ്ങിയാൽ ഇതിട്ടാൽ നേരം വെളുക്കോളും ആൾക്കാർ നിന്ന് ചാടും. പിന്നെ ഒരാഴ്ചക്ക് അനക്കണ്ടാവില്ല, ബോധമില്ലാതെ കെടുക്കുകയാണ്. അത്തരത്തിലുള്ള ക്ലബ്ബുകൾ നമ്മുടെ നാട്ടിൽ സജീവമാണ്. ധൈര്യം തോന്നും. രണ്ടാമത് സംഭവിക്കുക എന്താണ്, അവന്റെ ജീവിതത്തിൽ ഇത് ഉപയോഗിക്കുന്നതോടുകൂടി ഭയങ്കര സംശയം ഉണ്ടാവുന്നതാണ്. സംശയം വരും, ഓയിക്കെതിരാണോ, ഓയിന്റെ ശത്രുവാണോ, ഓയിന്നെ ഇത് ഒളിപ്പിച്ചേക്കാൻ നോക്കുന്നുണ്ടോ, ഇന്നെ പിടിക്കാൻ വരികയാണോ, ഇന്നെ കൊല്ലാൻ വരികയാണോ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൊലപാതകങ്ങളൊക്കെ ഉമ്മാനോടും പാപ്പാനോടും സ്നേഹമില്ലാച്ചിട്ടാ തിരിച്ചറിയില്ല. ഇവരൊക്കെ എനിക്കെതിരാണെന്ന് തോന്നുകയാണ്, സമൂഹം എനിക്കെതിരാണെന്ന് തോന്നുന്നു. അപ്പൊ ശത്രുവായി കാണുക. അങ്ങനെയാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. വലിയ മാനസിക പ്രശ്നങ്ങൾ പിന്നീട് ഉടലെടുക്കുന്ന, പിന്നെ ഇതൊരു തരത്തിലുള്ള പേടിയായി മാറുകയാണ്. ഭീതി, ആൾക്കാരുടെ ഇടയ്ക്ക് വരാൻ പേടി, റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടി, ഇരുട്ടത്തിങ്ങനെ നിന്നിട്ട് ഒരു ചെറിയ വെളിച്ചത്തിൽ ഇവരിങ്ങനെ കഴിഞ്ഞുകൂടാണ് ഇതടിച്ചിട്ട്. ഇത്തരത്തിലുള്ള മാനസികമായ വിഭ്രാന്തി ഉണ്ടാവുന്നതാണ്. അവസാനം ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നതാണ്. ജീവിക്കാൻ മടിയാകുക, ജീവിക്കാൻ കഴിയില്ല, ആത്മഹത്യയിൽ അഭയം തേടുകയാണ് കുറെ ചെറുപ്പക്കാർ. അപ്പൊ ഈ നിസാം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഇതിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഗൗരവത്തിൽ കാണണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മൊബൈൽ ഗെയിമുകൾ ഭയങ്കര അഡിക്ഷനാകാണ്. ഇതൊക്കെ ചെറിയൊക്കെ ആനന്ദത്തിന് വേണ്ടിയുള്ള ലെവലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിന്റെയൊക്കെ അപ്പുറത്തുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തിന്റെ കുട്ടി 5 വയസ്സ് പ്രായമായിട്ടുള്ളൂ. പക്ഷെ കാർട്ടൂൺ അഡിക്റ്റ് ആയിട്ട് കാർട്ടൂണിൽ കണ്ട ഫേസുള്ള ആളുകൾ അത്തരത്തിലുള്ള ഫേസുള്ള ആളുകൾ മാത്രമായിട്ട് കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ പേടിയാകുക. കാർട്ടൂൺ കണ്ട കാർട്ടൂണുകളിൽ എന്തൊക്കെയാണോ ചിത്രങ്ങൾ മുഖം കണ്ടത് അതിനോട് മാച്ചാകുന്ന ഫേസുകളോട് മാത്രം കുട്ടി സംസാരിക്കുകയാണ്. ഇതൊക്കെ ഒരു തരം അസുഖമായിട്ട് വരികയാണ്. ഇതൊക്കെ അഡിക്ഷൻ ആയാൽ എന്തും പ്രിയപ്പെട്ടവരെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുക. നാളെ പരലോകത്ത് വരുന്ന ഒരു കൂട്ടരെ പറ്റി ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. നാളെങ്ങനെ ഈ ക്രമം തെറ്റി ജീവിച്ചുപോയ മനുഷ്യരിങ്ങനെ കൈയിങ്ങനെ വിരലിങ്ങനെ കടിച്ചിട്ട് പറയുന്നതാണ്, ആ ദീനിന്റെ വഴി റസൂല് പറഞ്ഞെന്ന മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത്താ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന ആളുകളൊക്കെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. എന്താണ് അവൻ ചെയ്തതിലൊക്കത്, അളല്ലനീ അനിദ്ദിക്രി ബഅദ ഇദ് ജാഅനി, എനിക്ക് നല്ല ബോധം ഉണ്ടായിനി, നല്ല കുടുംബത്തിലേനി, മദ്രസയിൽ പോയിനി, വിവരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ഇതിൽ നിന്നൊക്കെ വഴിതെറ്റിച്ച് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല, നിങ്ങളെ ഇത്തരം കെണിയിലൊക്കെ പിശാച് കൊണ്ടേ ചാടിക്കും. അവസാനം ഖദൂല, അവൻ നിങ്ങളെ കൈവിടുക തന്നെ ചെയ്യും എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അതിനുള്ള സപ്പോർട്ട്, അതിനെതിരെയുള്ള സപ്പോർട്ട് നമ്മൾ നന്നായിട്ട് കൊടുക്കുക. നമ്മളെ കൊണ്ടാവുന്ന തരത്തിലൊക്കെ അതിനെ പ്രതിരോധിക്കുക. നമ്മുടെ മക്കൾക്ക് ആവശ്യമായ ബോധവൽക്കരണം കൊടുക്കുക. ദീനീ രംഗത്തൊക്കെ പള്ളിയും മദ്രസയും മഹല്ലും അവിടെ സംഘടനകളും സംഗതികളൊക്കെ ആയിട്ട് അവരെ ചേർത്ത് നിർത്തിയാൽ കുറെയൊക്കെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും. നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മഹലിലെ ഒരു സഹോദരന്റെ പേരക്കുട്ടി നിംസ് ഹോസ്പിറ്റലിൽ പ്രയാസകരമായി ചികിത്സയിലുണ്ട്. അസുഖം എന്താണ് എന്ന് നിർണ്ണയിക്കാൻ പറ്റാത്തതുകൊണ്ട് വലിയ വിഷമത്തിലാണ്. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും അവർക്ക് വേണ്ടി ഷിഫക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ കുടുംബത്തിന് അല്ലാഹു തആല ധൈര്യവും ആശ്വാസവും പ്രതീക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗബാധിതരായ നമ്മുടെ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തും ബർക്കത്തും ചൊരിയുകയും പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ദലാലത്തുകളിൽ
നിന്നും, ഫിത്നകളിൽ നിന്നും, ഫസാദുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ദീനിനെയും നമ്മുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, നമ്മുടെ ഇണകൾ, നമ്മുടെ ഗുരുനാഥന്മാർ, പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ മഹലിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർ, അള്ളാഹുവെ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ നിന്റെ സ്വർഗീയ ആരാമങ്ങളിൽ അവരെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടൊന്നിച്ച് നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ കച്ചവടത്തിലും ധാരാളം ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാനസികമായ വിഷമങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവലാകണേ റഹ്മാനെ. ശാരീരികമായ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ സതുദ്ദേശങ്ങളൊക്കെ നീ സഫലമാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദൈനാ മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.